ഇപ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഭരണഘടനാ മൂല്യങ്ങൾ എല്ലാവർക്കും ഒരേപോലെയാണെന്ന കാര്യത്തിലൊക്കെ തർക്കങ്ങളില്ല. പക്ഷേ ഈ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ബലിയാടാക്കപ്പെടുന്ന കുറേ സാധാരണക്കാരുണ്ട്. ഇപ്പം നമ്മളൊരു VCA നിയമനത്തിൽ താമസം വന്നപ്പോൾ കുറേ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളല്ലേ തന്നെ നമ്മളെ കേരളത്തിൽ നിന്ന് കുറേ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത് അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ദോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വിദ്യാർത്ഥികളെയൊക്കെ പൊതുജനങ്ങളെ എല്ലാ ഭരണഘടനാ മൂല്യങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന പൊതുജനങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ ഈ ഭരണഘടനയുടെ അവകാശ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതില്ലാതിരിക്കാൻ നിങ്ങൾ ഒരു നിയമപരമായിട്ടോ അല്ലെങ്കിൽ ആശയപരമായിട്ടോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്താണ്? ഇത്തരം തർക്കങ്ങൾ ഒഴിവാക്കാനായിട്ടെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം ഇതെപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ബലിയേടാക്കപ്പെടുന്നത് ഈ മന്ത്രിമാരോ അല്ലെങ്കിൽ വലിയ സ്ഥാനത്തുള്ള ആൾക്കാരല്ല, സാധാരണക്കാരാണ്. തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് സദസ്സിൽ നിന്നൊരു ചോദ്യം ഉയർന്നപ്പോൾ ബഹുമാന്യനായ മന്ത്രി പറഞ്ഞൊരു മറുപടി എൻ്റെ മറുപടി മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹം ഇവിടെ ഉന്നയിച്ചത് ഈ ഡിജിറ്റൽ സർവകലാശാലയും അതോടൊപ്പം തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ എന്താണ് ഈ ഡിജിറ്റൽ സർവകലാശാലയിലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അവിടുത്തെ സ്റ്റാറ്റ്യൂട്ടിൽ സെർച്ച് കമ്മിറ്റിയെ നിയമിക്കാനുള്ള അധികാരം ആർക്കില്ല, ഗവർണർക്കില്ല എന്നുള്ളതാണ് അവിടുത്തെ ഇഷ്യൂ. അപ്പോൾ എന്ത് പറ്റി? അത് കോടതിക്ക് മുമ്പാകെ വന്നു. കോടതിക്ക് മുമ്പാകെ വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങളൊരാളെ തീരുമാനിക്കാം, നിങ്ങൾ 2 പേര് പ്രപ്പോസ് ചെയ്യും, പിന്നെ ഗവർണർ 2 പേര് പ്രപ്പോസ് ചെയ്യുക, സർക്കാർ 2 പേര് പ്രപ്പോസ് ചെയ്യുക, അല്ലേ? അപ്പം 4 പേര് വന്നു. 4 പേര് വന്ന് നടന്ന ചർച്ചയിലെടുത്ത തീരുമാനം, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നിങ്ങളെടുത്തോ, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഞങ്ങളെടുക്കാം. അപ്പോൾ അതിന് ബഹുമാനനായ മന്ത്രി പറഞ്ഞ മറുപടി എന്താ? കാര്യം ശരിയാണ്, പക്ഷെ പ്രായോഗിക തലത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും ഞങ്ങൾ ഈ നടപടി സ്വീകരിച്ചു, അങ്ങനെയല്ലേ? അപ്പം ഗവർണറാണെങ്കിലും സർക്കാരാണെങ്കിലും ആദ്യം ആരെ കാണണം? ജനത്തിനെ കാണണം. ആർട്ടിക്കിൾ 21 എന്ന ജീവിക്കാനുള്ള അവകാശത്തെ കാണണം. ആ കണ്ട എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനമായി. അതാണ് അതിൻ്റെ കാര്യം. ആശയപരമായി യോജിപ്പില്ലെങ്കിൽ പോലും പ്രായോഗിക തലമെന്ന് പറഞ്ഞു. എന്താ അത് ഇടപെടാൻ കാരണം? എന്താ? സുപ്രീം കോടതി ഇവർക്ക് 2 പേർക്കും ബോധോദയം ഉണ്ടായിട്ടല്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങളൊരാളെ തീരുമാനിക്കാൻ, നിങ്ങൾ ഈ 2 പേരെ തന്നു പറഞ്ഞപ്പോൾ വേറെ മാർഗമില്ല എന്നുള്ളത് കൊണ്ടാണ് ആ യുദ്ധം അവിടെ അവസാനിപ്പിച്ചത്, അല്ലേ? അതാണത് കാര്യം.